ഓരോ ഗ്രാമവും കുറഞ്ഞത് 3 ക്ഷേത്രങ്ങളെങ്കിലും നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം എന്ന ആചാരം ഇന്നും പാലിക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രമുണ്ട്. ചില സൂചനകൾ പറയുകയാണ് എങ്കിൽ ആ രാജ്യം ഏതാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാജ്യത്ത് എംബസിക്ക് മുന്നിൽ സരസ്വതി ദേവിയുണ്ട്. ദേശീയ ചിഹ്നം ഗരുഡ പഞ്ചശല, മിലിറ്ററി ഇന്റലിജൻസിന്റെ ചിഹ്നം ഹനുമാൻ. സനാതന ധർമ്മത്തെ നെഞ്ചിലേറ്റിയ ആ മുസ്ലിം രാഷ്ട്രം ഇന്തോനേഷ്യയാണ്. ഇന്ത്യ കൂടാതെ സനാതന ധർമ്മത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തായുണ്ട്. അതിൽ ഒന്നാണ് ഇന്തോനേഷ്യ. തങ്ങളുടെ കറൻസിയിൽ മഹാഗണപതിയുടെ ചിത്രം ആലേഖനം ചെയ്തതിലൂടെ ഇസ്ലാം രാഷ്ട്രങ്ങളെ പോലും ഞെട്ടിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ. എന്നാൽ കറൻസിയിലൂടെ മാത്രമല്ല ഇന്തോനേഷ്യക്ക് സനാതന ധർമ്മവുമായി ബന്ധമുള്ളത്. ദേശീയ ചിഹ്നം മുതൽ മിലിറ്ററി ഇന്റലിജൻസിന്റെ ചിഹ്നം വരെ പറയും സനാതന ധർമ്മത്തെ നെഞ്ചിലേറ്റിയ മുസ്ലിം രാഷ്ട്രമാണ് ഇന്തോനേഷ്യ എന്ന്. എംബസികൾക്ക് മുന്നിൽ സാധാരണയായി ദേശീയ നായകന്മാരുടെ പ്രതിമകളല്ലേ നമ്മളൊക്കെ കാണാറുള്ളത്. ബ്രിട്ടീഷ് എംബസിയുടെ മുൻപിൽ വിൻസ്റ്റൺ ചർച്ചിലും, ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ മഹാത്മാഗാന്ധിയും, ദക്ഷിണാഫ്രിക്കൻ എംബസിക്ക് മുന്നിൽ നെൽസൺ മണ്ടേലയും, തുർക്കി എംബസിക്ക് മുന്നിൽ മുസ്തഫ കെമാൽ അത്താതുർക്കുമുണ്ട്. എന്നാൽ ഇന്തോനേഷ്യൻ എംബസിക്ക് മുന്നിൽ ഇന്തോനേഷ്യയുടെ സ്ഥാപക പിതാവ് സുകാർണോയുടെ പ്രതിമയ്ക്ക് പകരം ഹിന്ദു ദേവതയായ സരസ്വതി ദേവിയാണ് തല ഉയർത്തി നിൽക്കുന്നത്. സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുന്ന പ്രതിമയുടെ കാൽക്കൽ 3 വിദ്യാർത്ഥികളുടെ ചെറിയ പ്രതിമകളുമുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള മുസ്ലിം രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. വെറും 1.7% മാത്രമാണ് ഇവിടെ ഹിന്ദുക്കൾ എന്നോർക്കുക. ഇന്തോനേഷ്യൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹിന്ദുമതത്തിന്റെ അസംഖ്യം രൂപങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയുടെ ദേശീയ ചിഹ്നം ഗരുഡ പഞ്ചശലയാണ്. ഇന്തോനേഷ്യയുടെ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ഹനുമാൻ. 1997 ജക്കാർത്തയിൽ നടന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസിൽ ഔദ്യോഗിക ചിഹ്നം ഹനുമാൻ ആയിരുന്നു. ഇന്തോനേഷ്യയിലെ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളോഗി ബാൻഡുഗിന്റെ ലോഗോ മഹാഗണപതിയാണ്. ഹോട്ടലുകൾ, കടകൾ, പൊതു ഓഫീസുകൾ എന്നിവയ്ക്ക് പുറത്താണ് ദ്വാരപാലന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. വലത് കാൽമുട്ട് നിലത്തിരിക്കുന്ന അദ്ദേഹം സ്ഥാപനത്തിന്റെ സംരക്ഷകനായി വലത് കൈയിൽ ഒരു ഭീമാകാരമായ ഗദയും പിടിച്ചിരിക്കുന്നു. രാമായണത്തിലും മഹാഭാരതത്തിലും അർജുനൻ, കൃഷ്ണൻ, ഹനുമാൻ ഇതിഹാസങ്ങളിൽ നിന്നുള്ള രംഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന നിരവധി സ്റ്റാമ്പുകളും ഇന്തോനേഷ്യ പുറത്തിറക്കിയിട്ടുണ്ട്. മഹാഭാരത കഥാപാത്രമായ കർണന്റെ പേരിൽ ആകൃഷ്ടനായാണ് സുകോർണയുടെ പിതാവ് അദ്ദേഹത്തിന് ആ പേരിട്ടത് എന്നും ഇന്തോനേഷ്യക്കാർ പറയുന്നു. ഇന്തോനേഷ്യയിലെ ഭാഷ ബഹാസയാണ്. സംസ്കൃതത്തിൽ ഭാഷ എന്നാണ് അർത്ഥം. ആയിരക്കണക്കിന് തമിഴ് സംസ്കൃത നാമങ്ങൾ ഇന്തോനേഷ്യയിൽ കാണപ്പെടുന്നുണ്ട്. ബാലിയിൽ തന്നെ ഏകദേശം 20,000 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഓരോന്നിലും വർഷത്തിൽ 2 തവണയെങ്കിലും ഉത്സവങ്ങൾ നടക്കുന്നു. വർഷം മുഴുവനും മറ്റ് നിരവധി ശുഭദിനങ്ങൾക്കൊപ്പം എല്ലായ്പ്പോഴും ആഘോഷങ്ങളുമുണ്ട്. ഓരോ ഗ്രാമവും കുറഞ്ഞത് 3 ക്ഷേത്രങ്ങളെങ്കിലും നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്നാണ് ഇന്തോനേഷ്യയിലെ പഴയകാല ആചാരം. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് സഹസ്രാബ്ദങ്ങൾ പഴക്കമുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുസ്ഥിരമായി തുടർന്നു പോരുന്നത് കൊണ്ട് തന്നെ ആഭ്യന്തര ചർച്ചകളിലൊന്നും ഇന്തോനേഷ്യയുടെ പേര് അധികം ഉയർന്നു കേൾക്കാറില്ല. ഒരു മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യ അതിന്റെ ഹൈന്ദവ പാരമ്പര്യത്തെ ഇന്നും ബഹുമാനിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് അവരിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട്. ഇന്തോനേഷ്യയിലെ ഹൈന്ദവ പാരമ്പര്യത്തിന് 2 സഹസ്രാബ്ദത്തിലേറെയാണ് പഴക്കം. ഇന്തോനേഷ്യൻ ദ്വീപുകൾ ജാവനീസ്, ബാലനീസ് മതങ്ങൾക്കൊപ്പം ഹിന്ദുമതവും പ്രചാരത്തിലുണ്ടായിരുന്നു. ശ്രീവിജയ, മജാപഹിത് സാമ്രാജ്യങ്ങളുടെ തകർച്ചയ്ക്കും മുസ്ലിം സമൂഹത്തിന്റെ വരവിനും പിന്നാലെ ഹിന്ദുമതം ബാലിദ്വീപ് പോലുള്ള കുറച്ച് പ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങി. ഇന്തോനേഷ്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസംഖ്യയുള്ളത് ബാലിദ്വീപിലാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമാണ് ഇന്തോനേഷ്യ അറിയപ്പെടുന്നത് എങ്കിലും ഇന്തോനേഷ്യൻ സമൂഹത്തിൽ ഹിന്ദുമതത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. ഹിന്ദു ദൈവങ്ങൾ വളരെയധികം ഇന്തോനേഷ്യയിൽ ബഹുമാനിക്കപ്പെടുന്നുണ്ട്. രാമായണത്തിനും മഹാഭാരതത്തിനും ഇന്തോനേഷ്യക്കാരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഇന്തോനേഷ്യക്കാർ അവ വിശുദ്ധ ഗ്രന്ഥങ്ങളായാണ് കണക്കാക്കുന്നത്. സെൻട്രൽ ജക്കാർത്തയിലുള്ള അർജുന്റെ വിജയരഥ പ്രതിമയും ജലധാരയും കണ്ടാൽ ഇക്കാര്യം വ്യക്തമാകും. ശ്രീകൃഷ്ണൻ നയിക്കുന്ന രഥത്തിൽ അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന അർജുനനെയാണ് ഈ പ്രതിമയിൽ കാണുന്നത്. ഇന്തോനേഷ്യയിൽ എന്നും ഏറ്റവും പ്രചാരത്തിലുള്ള പേരുകളിൽ ഒന്നാണ് സീത. സദ്ഗുണ സമ്പന്നയായ സ്ത്രീ, ദേവി എന്നൊക്കെയാണ് ഈ പേരിന്റെ അർത്ഥം. രാജ്യത്തെ ചില സമൂഹങ്ങൾ ശിവലിംഗം സ്ഥാപിച്ച് ശിവനെ ആരാധിച്ചിരുന്നു എന്നതിന് ഇന്തോനേഷ്യയിലെ ചില പ്രദേശങ്ങളിൽ നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്നും തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ശിവലിംഗം, പാർവതി ദേവിയുടെ വിഗ്രഹം, കാർത്തികേയ വിഗ്രഹം, ഗണേശ വിഗ്രഹം തുടങ്ങിയവയെല്ലാം ഖനനം ചെയ്തപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നും ഹിന്ദു ഭൂരിപക്ഷമായ ബാലിയിൽ പോയാൽ ഇന്തോനേഷ്യയിലെ ഹൈന്ദവ ജീവിത രീതികൾ കാണാം. ഇവിടുത്തെ പ്രധാന ക്ഷേത്രമായ പ്രംബരൻ ക്ഷേത്രം സന്ദർശിക്കാനും ധാരാളം പേർ എത്താറുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.